2012 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം ഏത്? അപ്പോൾ നമുക്കിവിടെ 2012 എന്നൊരു വർഷം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാവുന്ന തൊട്ടടുത്ത വർഷം ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യമേ തന്നിരിക്കുന്ന വർഷത്തിന് 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമ്മളിവിടെ 2012 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ അതിനു മുമ്പ് ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ ഏതൊക്കെ ശിഷ്ടമാണ് നമുക്ക് കിട്ടുന്നത്? ശിഷ്ടം 1 വരാം, 2 അല്ലെങ്കിൽ 3 വരാം, 0 വരാം. ഈ 4 സംഖ്യകളല്ലേ ശിഷ്ടം വരത്തുള്ളൂ. ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 1 ശിഷ്ടം വരാം, 2 ശിഷ്ടം വരാം, 3 ശിഷ്ടം വരാം, 0 ശിഷ്ടം വരാം. നോക്കിയില്ലേ? അപ്പോൾ നമ്മൾ നേരെ ഒരു സംഖ്യയെ അല്ലെങ്കിൽ വർഷത്തിനെ 4 കൊണ്ട് ഹരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കണമെങ്കിൽ അതിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റിനെ മാത്രം 4 കൊണ്ട് ഹരിച്ചാൽ മതി. രണ്ടിനും കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ 12നെ 4 കൊണ്ട് ഹരിക്കുന്നു. 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3 × 4 12, ശിഷ്ടം 0. നമുക്കിവിടെ ശിഷ്ടം 0 കിട്ടി. ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 1 ആണ് എങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 6 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. 2 3 ആണ് ശിഷ്ടമായി വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 11 കൂട്ടുക. ഇനി 0 ആണ് ശിഷ്ടമായി വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിനോടൊപ്പം 28 കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ അല്ലേ? അപ്പം നമുക്കിവിടെ കിട്ടിയ ശിഷ്ടം എത്രയാണ്? 0 ആണ്. തന്നിരിക്കുന്ന വർഷം 2012. നമ്മൾ 2012നോടൊപ്പം എത്ര കൂട്ടണം? ശിഷ്ടം 0 വന്നാൽ 28 കൂട്ടണം. 2012നോടൊപ്പം 28 കൂട്ടിയാൽ 22 32 8 2040 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി.